ഒന്ന് ദിനവൃത്താന്തം 6-ാം അധ്യായം. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിൻ്റെ മക്കൾ അഹരോൻ, മോശ, മിരിയാം. അഹരോൻ്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലയാസർ, ഈദാമാർ. എലയാസർ ഫീനേഹാസിനെ ജനിപ്പിച്ചു. ഫീനേഹാസ് അബീഷുവയെ ജനിപ്പിച്ചു. അബീഷുവ ബുക്കിയെ ജനിപ്പിച്ചു. ബുക്കി ഉസ്സിയെ ജനിപ്പിച്ചു. ഉസ്സി സെരഹിയാവെ ജനിപ്പിച്ചു. സെരഹിയാവ് മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹീമാസിനെ ജനിപ്പിച്ചു. അഹീമാസ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് യോഹന്നാനെ ജനിപ്പിച്ചു. യോഹന്നാൻ അസരിയാവെ ജനിപ്പിച്ചു. ഇവനാകുന്നു ശലോമോൻ യെരൂശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത്. അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു. അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു. ഹിൽക്കിയാവ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് സെരയാവെ ജനിപ്പിച്ചു. സെരയാവ് യഹോസദാക്കിനെ ജനിപ്പിച്ചു. യഹോവ നെബുക്കദ്നേസർ മുഖാന്തരം യഹൂദയെയും യെരൂശലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസദാക്കും പോകേണ്ടി വന്നു. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെരാരി. ഗർഷോമിൻ്റെ പുത്രന്മാരുടെ പേരുകളാവിതു: ലിംനി, ഷിമയി. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ലേവ്യരുടെ പൃഥുഭവനങ്ങളിൽ പ്രകാരം കുലങ്ങൾ ഇവ തന്നെ. ഗർഷാമിൻ്റെ മകൻ ലിബ്നി, അവൻ്റെ മകൻ യഹത്ത്, അവൻ്റെ മകൻ സിമ്മ, അവൻ്റെ മകൻ യോവാഹ്, അവൻ്റെ മകൻ ഇദ്ദോ, അവൻ്റെ മകൻ സേരഹ്, അവൻ്റെ മകൻ യയത്രായി. കെഹാത്തിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ അമ്മീനദാബ്, അവൻ്റെ മകൻ കോരഹ്, അവൻ്റെ മകൻ അസീർ, അവൻ്റെ മകൻ എൽക്കാന, അവൻ്റെ മകൻ എബ്യാസാഫ്, അവൻ്റെ മകൻ അസീർ, അവൻ്റെ മകൻ തഹത്ത്, അവൻ്റെ മകൻ ഊരിയേൽ, അവൻ്റെ മകൻ ഉസിയാവ്, അവൻ്റെ മകൻ ഷൗൽ. എൽക്കാനയുടെ പുത്രന്മാർ അവൻ്റെ മകൻ അമാസായി, അവൻ്റെ മകൻ അഹീമോത്ത്. എൽക്കാനയുടെ പുത്രന്മാർ അവൻ്റെ മകൻ സോഫായി, അവൻ്റെ മകൻ നഹത്ത്, അവൻ്റെ മകൻ ഏലിയാബ്, അവൻ്റെ മകൻ യെരോഹാം, അവൻ്റെ മകൻ എൽക്കാന. ശമുവേലിൻ്റെ പുത്രന്മാർ ആദിജാതൻ യോവേൽ, രണ്ടാമൻ അബിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, അവൻ്റെ മകൻ ലിബ്നി, അവൻ്റെ മകൻ ഷിമയി, അവൻ്റെ മകൻ ഉസ്സ, അവൻ്റെ മകൻ ഷിമയ, അവൻ്റെ മകൻ അഹക്കിയാവ്, അവൻ്റെ മകൻ അസയാവ്. പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു. അവർ ശലോമോൻ യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിന് മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു. അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു. തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ, അവൻ യോവേലിൻ്റെ മകൻ, അവൻ ശമുവേലിൻ്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യെരോഹാമിൻ്റെ മകൻ, അവൻ ഏലിയേലിൻ്റെ മകൻ, അവൻ തോഹയുടെ മകൻ, അവൻ സൂഫിൻ്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ മഹത്തിൻ്റെ മകൻ, അവൻ അമാസായിയുടെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യോവേലിൻ്റെ മകൻ, അവൻ അസരിയാവിൻ്റെ മകൻ, അവൻ സെഫന്യാവിൻ്റെ മകൻ, അവൻ തഹത്തിൻ്റെ മകൻ, അവൻ അസീരിൻ്റെ മകൻ, അവൻ എബ്യാസാഫിൻ്റെ മകൻ, അവൻ കോരഹിൻ്റെ മകൻ, അവൻ ഇസ്ഹാരിൻ്റെ മകൻ, അവൻ കെഹാത്തിൻ്റെ മകൻ, അവൻ ലേവിയുടെ മകൻ, അവൻ ഇസ്രായേലിൻ്റെ മകൻ. അവൻ്റെ വലതുഭാഗത്ത് നിന്ന് അവൻ്റെ സഹോദരനായ ആസാഫ്. ആസാഫ് ബെരഖ്യാവിൻ്റെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ മിഖായേലിൻ്റെ മകൻ, അവൻ ബയഷയാവിൻ്റെ മകൻ, അവൻ മൽക്കിയുടെ മകൻ, അവൻ യത്നിയുടെ മകൻ, അവൻ സേരഹിൻ്റെ മകൻ, അവൻ അദയാവിൻ്റെ മകൻ, അവൻ ഏതാൻ്റെ മകൻ, അവൻ സിമ്മയുടെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ യഹത്തിൻ്റെ മകൻ, അവൻ ഗർഷാമിൻ്റെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന് കീശയുടെ മകൻ ഏതാൻ, അവൻ അബ്ദിയുടെ മകൻ, അവൻ മല്ലൂക്കിൻ്റെ മകൻ, അവൻ ഹഷബ്യാവിൻ്റെ മകൻ, അവൻ അമസ്യാവിൻ്റെ മകൻ, അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ, അവൻ അംസിയുടെ മകൻ, അവൻ ബാനിയുടെ മകൻ, അവൻ ഷാമരിൻ്റെ മകൻ, അവൻ മഹ്ലിയുടെ മകൻ, അവൻ മൂഷിയുടെ മകൻ, അവൻ മെരാരിയുടെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്ക് നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹരോനും അവൻ്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു. അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അഹരോൻ്റെ പുത്രന്മാരാവിത്: അവൻ്റെ മകൻ എലയാസർ, അവൻ്റെ മകൻ ഫീനേഹാസ്, അവൻ്റെ മകൻ അബീശൂവ, അവൻ്റെ മകൻ ബുക്കി, അവൻ്റെ മകൻ ഉസ്തി,
അവൻ്റെ മകൻ സെരഹ്യാവ്, അവൻ്റെ മകൻ മെരായോത്ത്, അവൻ്റെ മകൻ അമര്യാവ്, അവൻ്റെ മകൻ അഹീത്തൂബ്, അവൻ്റെ മകൻ സാദോക്ക്, അവൻ്റെ മകൻ അഹീമാസ്. അവരുടെ ദേശത്തിൽ ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത്. അവർക്ക് യഹൂദാദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലേബിന് കൊടുത്തു. അഹരോൻ്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്ദീരും എസ്തമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹിലോനും പുൽപ്പുറങ്ങളും ദെബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്ത് ഷേമെഷും പുൽപ്പുറങ്ങളും ബെന്യാമീൻ ഗോത്രത്തിൽ ഗേബയുടെ പുൽപ്പുറങ്ങളും അല്ലമത്തും പുൽപ്പുറങ്ങളും അനാദോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു. കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങളാകെ 13. കെഹാത്തിൻ്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിൻ്റെ കുലത്തിൽ മനുഷ്യരുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് 10 പട്ടണം കൊടുത്തു. ഗർഷോമിൻ്റെ മക്കൾക്ക് കുലമായി ഇസ്സാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനുഷ്യ ഗോത്രത്തിലും 13 പട്ടണം കൊടുത്തു. മെരാരിയുടെ മക്കൾക്ക് കുലമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലും ഗോത്രത്തിലും ചീട്ടിട്ട് 12 പട്ടണം കൊടുത്തു. ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു. കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രൈം മലനാട്ടിലെ ഷേഗേമും പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യൊഗ്മെയാമും പുൽപ്പുറങ്ങളും ബേത്ത് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യലോനും പുൽപ്പുറങ്ങളും ഗെത്രിമ്മോനും പുൽപ്പുറങ്ങളും മനുഷ്യരുടെ പാതി ഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു. ഗർഷോമിൻ്റെ പുത്രന്മാർക്ക് മനുഷ്യരുടെ പാതി ഗോത്രത്തിൻ്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസ്സാഖാർ ഗോത്രത്തിൽ ഗേദശും പുൽപ്പുറങ്ങളും ദാബെരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനെമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും അബ്ദാനും പുൽപ്പുറങ്ങളും ഹുക്കൂക്കും പുൽപ്പുറങ്ങളും രഹോവും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലെ കേദശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിര്യതയിമിലും പുൽപ്പുറങ്ങളും കൊടുത്തു. മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലൂൻ ഗോത്രത്തിൽ റിമ്മോനാവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് യോർദാനക്കരെ യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെദേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലെയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹാനയിമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു.